ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം എല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത് MHSന്റെ റിക്കാർഡോ എന്ന ആർട്സ് ഫെസ്റ്റിലാണല്ലോ. ഇന്ന് ഒരുമിച്ചത് കൂടി പോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മാപ്പിള മഹാകവി മർഹൂം മൊയിൻകുട്ടി വൈദ്യർ രചനകളാൽ സമ്പുഷ്ടമാക്കിയ ബദർ കിസ്സപ്പാട്ടിൽ നിന്നും ഏതാനും ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജന്മനാടായ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത് മദീനയിലെത്തിയ മുത്തുനബിയും സഹാബത്തും മക്കയിൽ അനുപ്പെട്ട അതേ ശത്രുക്കളുടെ ശല്യം മദീനയിൽ അനുപ്പെടുകയാണ്. എത്രത്തോളം എന്നാൽ മുത്തുനബിയുടെയും സഹാബത്തിൻ്റെയും സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് ഷാമിലേക്ക് ഒരു സംഘം കച്ചവടത്തിന് പോവുകയാണ്. അബൂ സുഫിയാൻ സംഘവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അനുയായികളുടെയും സ്വത്തുക്കൾ അപഹരിച്ച് ഷാമിലേക്ക് പോയി കച്ചവടത്തിന് പോയി കൊള്ളലാഭം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വാർത്ത അറിഞ്ഞപ്പോൾ മുത്തുനബിയും അനുയായികളും തങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ ഒരിക്കലും യുദ്ധത്തിനായിരുന്നില്ല. നാം അത് മനസ്സിലാക്കണം. പിന്നീട് അത് യുദ്ധമായി രൂപപ്പെടുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും മുത്തുനബിയും സഹാബത്തും അബൂ സുഫിയാൻ സംഘത്തെയും തങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ ബദറിലേക്ക് നീങ്ങുകയാണ്. ബദറിലേക്കെത്തി ബദർ രണഭൂമിയിലെത്തി തങ്ങളുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി അവിടെ ഒരു കൊച്ചു തടാകം നിർമ്മിക്കുകയാണ്. അപ്പോഴതാ ഹക്കീം എന്നൊരാൾ കടന്നു വന്ന് തടാകത്തിൻ്റെ അരികിലേക്ക് പോയി അല്പം വെള്ളമെടുത്ത് പിറകോട്ട് വരിഞ്ഞു. അപ്പോൾ സ്വഹാബ ചോദിച്ചു, അല്ലയോ നബിയെ, ഹക്കീം നമ്മുടെ തടാകത്തിൽ നിന്ന് വെള്ളമെടുത്തല്ലോ, മുത്തനബി എന്താണ് പറയാത്തത്? അപ്പോൾ മുത്തനബി പറഞ്ഞു, ഹക്കീം എന്നൊരാൾ പാവമാണ്, അവരെന്നെ മക്കയിൽ വെച്ച് സഹായിച്ചവരാണ്, അവൻ സാധുവാണ് എന്ന് പറഞ്ഞ് സ്വഹാബികളുടെ അവരെഴുത്തി. അപ്പോഴാണ് മറ്റൊരാൾ, ആരാണത്? ഖുറൈശികളുടെ വില്ലാളി വീരനായ അസ്വദ് അൻസാണ്. അസ്വദ് അൻസ മുത്തനബിയും സഹാബത്തും നിർമ്മിച്ചു വെച്ച തടാകത്തിന്റെ മുമ്പിലേക്ക് ചാടിയെടുത്തപ്പോൾ ചാടി അടുത്തുടൻ ആരടാ ശുജഅത്തുരത്തമൈ ഹൗലിലിണ്ട് കുടിഫവൻ ജ്ഞാനമുത്തനബിയുന അവർ എണ്ടി ഹൗലോടടുഫദാർ ഞാനിരിക്കവെ ജിന്നുമിൻസിലും നാങ്കിരിക്കലുമില്ല ഫേർ ആനഫോദസദുൽ ഇല അരിഹംസ ചാടി അടുത്തുടൻ ആരടാ ശുജഅത്തുരത്തമൈ ഹൗലിൽ നിണ്ട് കുടിഫവൻ ജ്ഞാനമുത്തനബിയുന അവർ എണ്ടി ഹൗലോടടുഫദാർ ഞാനിരിക്കവെ ജിന്നുമിൻസിലും നാങ്കിരിക്കലുമില്ല ഫേർ. ഹംസ റളിയല്ലാഹുവിനെ നിർമ്മിച്ചു വെച്ച് തടാകത്തിന്റെ മുമ്പിലേക്ക് കാവൽ നിൽക്കാൻ പോവുകയാണ്. ധീരനായ ഹംസ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഖുറൈശികളുടെ വില്ലാളി വീരനായ അസ്വദ് അൻസ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടി മുന്നോട്ട് ചാടുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ ബദർ രണത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തടാകം പൊളിക്കാൻ വേണ്ടിയാണ്, ഒരിറ്റ് ജലമെടുത്തുകൊണ്ട് ദാഹം തീർക്കാനാണോ? അല്ല, നേരത്തെ ഹക്കീം ചെയ്ത പോലെ മാന്യമായി വന്ന് വെള്ളമെടുത്താൽ മുത്തനബിക്ക് ഒരു പ്രശ്നവുമില്ല. എന്തിനാണ് വന്നത്? തടാകം പൊട്ടിപ്പൊളിക്കാനാണ്. സമ്മതിക്കുമോ? ഇല്ല. അസ്വദ് അൻസ മുന്നോട്ട് വന്നപ്പോൾ മുത്തനബിയുടെ സഹാബത്ത് ഹംസ തങ്ങൾ ചാടി വീണുകൊണ്ട് ചോദിച്ചു, എന്താണ് നിന്റെ പരിപാടി? എനിക്ക് വെള്ളമെടുക്കണം, എനിക്ക് തടാകം പൊളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അസ്വദ് അൻസ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ബദർ രണഭൂമിയിൽ ഇപ്പോൾ ഒരു തോന്നത്ത യുദ്ധത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. മുത്തുനബിയും ഹംസ തങ്ങളും അസ്വദ് അൻസ വാക്ക് തർക്കത്തിലേക്ക് ഏർപ്പെടുകയാണ്. വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ട് ഒരു ഘോര യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു ഹംസ തങ്ങൾ. ഒരൊറ്റപ്പെട്ട് അസ്വദ് അൻസ ബദറിന്റെ രണഭൂമിയിൽ വീണ് കിടക്കുകയാണ്. ഇത് കണ്ട ഖുറൈശികൾക്ക് സഹിച്ചില്ല. ഖുറൈശികൾ ആക്രോശിച്ചു കൊണ്ടതാ മുന്നോട്ട് വന്നപ്പോൾ മുത്തുനബിയുടെയും സ്വഹാബത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട, ഞങ്ങൾക്ക് അൻസാരികളെ വേണ്ട, നമ്മൾക്ക് വേണ്ടത് നമ്മുടെ നാട്ടുകാരെ, മക്കക്കാരെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വന്നപ്പോൾ മുഹാജിറന്റെ വാക്ക് കേട്ട് മുണ്ട് സിംഹരം മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറം ജിഹാബിഹത്ത് രണ്ട് സൊഫിടക്കു ചെണ്ടു ഹാലിറം
ചേർമതം തരിത്ത് കൊണ്ട് ചോട് അന്ത് കാഫിറ മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മുണ്ട് സിംഹരം മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറം ജിഹാബെ ഹത്ത രണ്ട് സൊഫിടക്കു ചെണ്ടു ഹാലിറം ചേർമതം തരിത്ത് കൊണ്ട് ചോട് അന്ത് കാഫിറ. ഖുറൈശികളുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മുത്തുനബിയുടെ സഹാബത്ത് അലിയാര് തങ്ങളും ഹംസ തങ്ങളും ഉബൈദത്ത് തങ്ങളും അതാ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയപ്പോൾ ആരായിരുന്നു ഖുറൈശികളുടെ ഭാഗത്തിൽ നിന്ന് അസ്വദ് അനസിനേക്കാൾ പുരത്ത വില്ലാളി വീരന്മാരായ ഉത്ബത്തും ഷൈബത്തും വലീദും തുടങ്ങിയ ധീരന്മാരായിരുന്നു മുത്തുനബിയുടെയും സഹാബത്തിൻ്റെയും ആശ്രമായ അലിയാര് തങ്ങളും ഹംസ തങ്ങളോടും ഉബൈദ് തങ്ങളോടും ഉത്ബത്തും ഷൈബത്തും വലീദും നടക്കാൻ പോകുന്ന യുദ്ധം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആ സമയത്ത് മുത്തുനബിയും സഹാബത്തും തമ്പടിച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ സംഭവിച്ചതുപോലെ ഖുറൈശികൾ വെല്ലുവിളിച്ചുകൊണ്ട് അവിടേക്ക് നീങ്ങുകയാണ്. അപ്പോഴതാ ഉത്തുബത്തും അലിയാര് തങ്ങളും ഹംസ തങ്ങളും ഉബൈദ് തങ്ങളും ആരും കേൾക്കാത്ത രീതിയിൽ മുത്തുനബി വരെ കേൾക്കാത്ത രീതിയിൽ സംസാരങ്ങൾക്കൊടുവിൽ അതാ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇരുപുറം തഹയ്യറിനാൽ നിലക്കവെ ഈഗൽ ഹംസ ഷൈബത്തുമായി തിരക്കവെ ഉരം ഹരിശരി ഹംസ താൻ അടുക്കവെ ഒരു വെട്ട് കൊടൈ ഉടനെ തടുക്കവെ ഇരുപുറം തഹയ്യറിനാൽ നിലക്കവെ ഈഗൽ ഹംസ ഷൈബത്തുമായി തിരക്കവെ ഉരം ഹരിശരി ഹംസ താൻ അടുക്കവെ ഒരു വെട്ട് കൊടൈ ഉടനെ തടുക്കവെ ഈറമുത്തി കൂടെ ശൈബത്യേക കുത്ത് താനുഷിത്ത് തേറി ഹംസ പാടകടകത്താൽ അടുത്തിട്ടോൺ തടുത്ത് തടവോടു നീട്ടും അടവോടു ചാട്ടും തടമിട അടൽ കൊടു തുടർബിന തല പൊടു പാടും എത്തിരെ ചോടുരത്തയിൽ കരിശണമാൽ ഉത്തുബത്തും ഷൈബത്തും വലീദും മുത്തുനബിയുടെ സഹാബത്ത് അലിയാര് തങ്ങളും ഹംസ തങ്ങളും നേടുന്ന യുദ്ധത്തിനിടെ അടവും വെട്ടും തടവും തുടങ്ങിയ ഇതുകൊണ്ട് അവർ യുദ്ധം നടക്കുമ്പോഴായിരുന്നു അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഉബൈദ് തങ്ങളതാ വെട്ടേറ്റ് കിടക്കുന്നു. ഇത് കണ്ട അലിയാര് തങ്ങളും ഹംസ തങ്ങളും ഉബൈദ് തങ്ങളെ പിടിച്ചുകൊണ്ടതാ ഇലാ ഹദ്റത്തിൻ നബീന മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുകിന്ദാരിരുഫേരും അതിശണത്തിൽ ഫുകയും ഹബീബുള്ള തിരുമുമ്പത്തി ചുഗന്ധേ ഉബൈദത്തെ എടുത്തതമ്മ ചൊരിന്ത് വരും ബാശി കോശു കൈതമ്മ ഫുകിന്ദാരിരുഫേരും അതിശണത്തിൽ ഫുകയും ഹബീബുള്ള തിരുമുമ്പത്തി ചുഗന്ധേ ഉബൈദത്തെ എടുത്തതമ്മ ചൊരിന്ത് വരും ബാശി കോശു കൈതമ്മ. ഉബൈദ് തങ്ങളതാ വെട്ടേറ്റ് കിടക്കുന്ന കണ്ടപ്പോൾ ഹംസ തങ്ങളും അലിയാര് തങ്ങളും അതാ ഉബൈദ് തങ്ങളെ താങ്ങിക്കൊണ്ടതാ മുത്തുനബിയുടെയും സഹാബത്തിൻ്റെയും അടുത്ത് പോയി കൊണ്ടിരുത്തി. അപ്പോഴതാ മുത്തുനബിയോട് കരഞ്ഞൊഴിച്ചു, ഓ നബിയെ, ഞാൻ ബദരീങ്ങളിൽ പെടില്ലേ, എൻ്റെ കാല് മാത്രം പോയിട്ടുള്ളൂ, എന്നെ ബദരീങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ മുത്തുനബി അതാ പറഞ്ഞു, തീർച്ചയായും ഞാൻ ബദരീങ്ങളിൽ ഉൾപ്പെടുത്താം, നിങ്ങളാണ് ബദരീങ്ങൾ എന്ന് പറഞ്ഞ് സമാധാനത്തോടെയായിരുന്നു ഉബൈദ് തങ്ങൾ ഈ ലോകത്തോട് വീട് പറഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത്രത്തോളം ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് ഇന്ന് കാണുന്ന ദീനുൽ ഇസ്ലാം പടുത്തുയർത്തിയത്. നമ്മൾക്ക് ദീനുൽ ഇസ്ലാം നിലനിർത്താൻ നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.